പ്ലസ് ടു മാത്സിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ അറിയാത്തതായിരിക്കാം. സോ ആ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ പ്ലസ് ടു മാത്സിലേക്ക് വരുന്നതിന് മുമ്പ് പ്ലസ് 1 മാത്സിൽ നമ്മൾ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചിരുന്നു? അത് സാറേ 14 ചാപ്റ്റേഴ്സ് ആണ്. ഇനി പ്ലസ് ടു മാത്സിലാണെങ്കിലോ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 13 ആയിട്ട് കുറയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു ചാപ്റ്റർ കുറഞ്ഞല്ലോ, ഒന്ന് ആശ്വസിക്കാമെന്ന്. വെയിറ്റ്. ഈ 13 ചാപ്റ്റേഴ്സിലെ പല ചാപ്റ്റേഴ്സും എണ്ണം പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ്. ഓരോ ചാപ്റ്ററിന്റെയും ലെങ്ത് എന്ന് പറഞ്ഞാൽ തന്നെ പ്ലസ് വൺ മാത്സിലെ പല ചാപ്റ്റേഴ്സിനേക്കാൾ വളരെ വലുതാണ്. വിച്ച് മീൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്ലസ് ടു മാത്സ് ഡെപ്ത് വളരെ കൂടുതലാണ്. അപ്പം അത് പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നും ഈ ചാപ്റ്റേഴ്സ് എത്ര ചാപ്റ്റേഴ്സ് ഓരോ ടേം എക്സാമിന് വേണമെന്നും നോക്കാം. സോ ചാപ്റ്റേഴ്സ് നോക്കുമ്പോൾ 2 പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ഉള്ളത്, പാർട്ട് 1ഉം പാർട്ട് 2. സോ പാർട്ട് 1ൽ 6 ചാപ്റ്റേഴ്സ് ഉണ്ടാവും, 6 ചാപ്റ്റേഴ്സ്. പാർട്ട് 2 ആണെങ്കിലോ 7 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. സോ പാർട്ട് 1ലെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, മെട്രിസസ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ്. ഇതിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന്റെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വരെയാണ്. ഓണം യെസ്, ഈ 5 ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് ഉണ്ടാവുക. ഓക്കെ, അതിനുശേഷം വരുന്ന ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സ്, അതായത് AOD, പിന്നെ ഇന്റഗ്രൽസ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞത് നിങ്ങൾ ഫിസിക്സിൽ മേ ബി പ്ലസ് 1 ഡീൽ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ സീനിയേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ ഒരു കടലാണെന്നൊക്കെ. ഒരുപാട് പഠിക്കാനുണ്ടെന്നുള്ളത്. ഇത് പഠിക്കാൻ പറ്റാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ 2 കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പോകും, അത് തന്നെയായിരിക്കും. സോ ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെക്ടർ ആൾജിബ്ര, 3 ഡയമെൻഷൻ ജോമെട്രി, അതായത് 3D വരെയാണ് ക്രിസ്മസ് എക്സാമിന് സെക്കൻഡ് ടേം പോർഷൻസ്. പിന്നെ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ലീനിയർ പ്രോഗ്രാമിങ്ങും പ്രോബബിലിറ്റി. ഇത്രയുമാണ് നമ്മുടെ പ്ലസ് 2 മാത്സിലെ ചാപ്റ്റേഴ്സ് വരുന്നത്. ഇനി ഇതിൽ പറയുകയാണെങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി മുതൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെ കാൽക്കുലസ് ആണ്. ഇവിടെ ഈ ഡിഫറൻഷ്യബിലിറ്റിയും കണ്ടിന്യൂറ്റി പഠിക്കാതെ ബാക്കിയുള്ളത് പഠിക്കുക എന്ന് പറഞ്ഞാൽ AOD ആയാലും ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ് ആയാലും ഇന്റഗ്രൽസ് ആയാലും ആപ്ലിക്കേഷൻ ഇന്റഗ്രൽ ആയാലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയാലും പഠിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ ഈ 5 ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ കൃത്യമായിട്ട് കാൽക്കുലസ് പഠിച്ചിരിക്കണം, എന്നാലേ ഈ 5 ചാപ്റ്റേഴ്സ് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇനി അതിൽ തന്നെ ഈ 5 ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്ലസ് 1 പഠിച്ചതും അല്ലെങ്കിൽ അതിനു മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ 100% സ്ട്രഗിൾ ചെയ്യും. അതായിരിക്കും മേ ബി പല ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഈ കാര്യങ്ങൾ അറിയാത്ത മുഖേന. അപ്പോൾ അതിലൊന്ന് എനിക്ക് പറയാനുള്ളത്, ഈ 13 ചാപ്റ്റേഴ്സിൽ 2 ചാപ്റ്റേഴ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലും ട്രിഗ്നോമെട്രി വരുന്നുണ്ട്. പ്ലസ് 1 നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് പഠിച്ച ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് ഇവിടെ അതിൻ്റെ ബേസാണ്, ബേസിക് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ. അതായത് 2 ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആട്ടോ. ഈ ലീനിയർ പ്രോഗ്രാമിങ്ങും പ്രോബബിലിറ്റി ഒഴികെ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലും എന്ത് കാണാൻ സാധിക്കും? ട്രിഗ്നോമെട്രി കാണാൻ സാധിക്കും. അപ്പോൾ ട്രിഗ്നോമെട്രി അറിയാതെ പ്ലസ് 2 മാത്സ് നല്ല രീതിയിൽ സർവേ ചെയ്യാൻ സാധിക്കില്ല. പിന്നെ സെക്കൻഡ് പോയിന്റ്, 2 ഇമ്പോർട്ടൻറ്റ് പ്രീ റിക്വിസിറ്റ്സ്. അതിൽ ട്രിഗ്നോമെട്രി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ആൾജിബ്ര, അതായത് എക്സും വൈയും ഡീൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. അതറിയാതെ വന്നാലും ഐഡൻറ്റിറ്റീസ് ഡീൽ ചെയ്യാൻ പഠിച്ചില്ലെങ്കിലും ഇങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യും? സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പ്ലസ് 2 മാത്സ് പ്രോബബ്ലി സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഇനി അല്ലാത്ത വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക, കമൻറ്റ് ചെയ്യട്ടോ. ഇനിയും കുറച്ച് കൂടി കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പിന്നെയൊക്കെ മനസ്സിലാക്കി വരുന്നതാണ്. അത് പ്ലസ് 1 പ്ലസ് 2 എത്തുമ്പോൾ എന്തായിക്കോളും, ക്ലിയർ ആയിക്കോളും. ലിമിറ്റ്സിന് ആവശ്യമുണ്ട്, പക്ഷേ ലിമിറ്റ്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള 2 ടോപ്പിക്കുകൾ ഇതാണ്, ട്രിഗ്നോമെട്രിയും അതേപോലെ തന്നെ ആൾജിബ്രയും. ലിമിറ്റ്സ് നിങ്ങൾ കണ്ടിന്യൂറ്റി പഠിക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇത് നിങ്ങൾ ക്ലിയർ ആക്കാതെ പ്ലസ് 2 മാത്സ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലസ് 2 മാത്സ് നല്ല സ്കോർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ട്രിഗ്നോമെട്രി നമ്മൾ പ്ലസ് 1 പഠിക്കുന്ന ഫോർമുലാസും ഐഡൻറ്റിറ്റീസും കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ആൾജിബ്ര ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, ആൾജിബ്രിക് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ഉണ്ട്, ഐഡൻറ്റിറ്റീസ് കൃത്യമായിട്ട് എന്താക്കുക പഠിക്കുക. അതെങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് അതും പഠിച്ചു വെക്കാം. ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്ലസ് 2 മാത്സ് നിങ്ങൾക്ക് കുറച്ചൊക്കെ അപ്രോച്ചബിൾ ആയിരിക്കും, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇനി എന്താണ് നമ്മുടെ സ്ട്രാറ്റജി, നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഓവർകം ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? പ്ലസ് 2 മാത്സ് പല മക്കളുടെ ഡൗട്ടാണ്, എങ്ങനെ നമ്മൾ പഠിക്കും? പ്ലസ് 1 പഠിച്ച പോലെ നിങ്ങൾ പ്ലസ് 1 പല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. പ്ലസ് 1 ആണെങ്കിലും പ്ലസ് 2 ആണെങ്കിലും ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1 ആയിട്ട് കൊടുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റെപ്പ് 1ൽ ഫസ്റ്റ് പോയിന്റ്
ഫോക്കസ് ഓൺ കൺസെപ്റ്റ്സ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൺസെപ്റ്റിനെ ഫോക്കസ് ചെയ്തു. ഈ കൺസെപ്റ്റ് ഫോക്കസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ഡോട്ട്സ് ഉണ്ടാകാം, കണക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം ഉണ്ടാകും കൺസെപ്റ്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷേ മനസ്സിലാവുന്ന രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളെ കൊണ്ട് പറ്റുന്നതിൽ എന്താക്കുക, കൺസെപ്റ്റ് ആദ്യം ഫോക്കസ് ചെയ്യാം. അതിനുശേഷം കൺസെപ്റ്റ് എപ്പോഴാണ് ക്ലിയർ ആവുമെന്നറിയോ? ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പം നെക്സ്റ്റ് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? NCERT-യിൽ വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്? NCERT-യിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. +1 എക്സാം അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിരുന്നു. റീസൺ എന്താ? NCERT മുഖേന പഠിക്കാത്തതായിരിക്കും മേ ബി റീസൺ. സോ NCERT-യിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താക്കുക, വർക്കൗട്ട് ചെയ്യുക. NCERT ക്വസ്റ്റ്യൻസ് ഇതാണ് സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ NCERT ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം നമ്മളെ +1 പല ചാപ്റ്റേഴ്സിലും ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ്. പക്ഷെ +2 എത്തുമ്പോൾ പല ചാപ്റ്റേഴ്സിലും ഓരോ എക്സസൈസിലായിട്ടും ക്വസ്റ്റ്യൻസ് തന്നെ 10-30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്റഗ്രൽസ് ഒക്കെ പറയുകയാണെങ്കിൽ 9 എക്സസൈസ് ഉണ്ട്. അപ്പോൾ ഈ 9 എക്സസൈസും കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും സെയിം അപ്രോച്ച് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്താൽ മതി. ഇനി അത് മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മളോടോ ചോദിച്ചാൽ നമുക്ക് എന്താക്കാം, അതിനൊരു വീഡിയോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ NCERT ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് നിങ്ങൾ എവിടേക്ക് പോകേണ്ടത്? PYQs-ലേക്ക് പോകേണ്ടത്. അല്ലാതെ കൺസെപ്റ്റ് പഠിച്ചത് ഡയറക്റ്റ് ആയിട്ട് PYQs-ലേക്ക് പോകരുത്. ഈ PYQs-ൽ എന്തുണ്ടാവും? NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ അതല്ലാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. PYQs ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഓക്കെ ആയി കഴിഞ്ഞു. നമ്മൾ ഈ ആ ചാപ്റ്ററിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞു. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രോച്ച് ചെയ്യാനും പറ്റും. പക്ഷേ അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ പിന്നെ തിരിഞ്ഞ് നോക്കുകയേ ചെയ്യരുത്. അങ്ങനെയാണോ? അല്ല, തിരിഞ്ഞ് നോക്കണം, റിവൈസ് ചെയ്യണം. കൃത്യമായിട്ടുള്ള പീരീഡുകളിൽ, ഈ കൃത്യമായിട്ടുള്ള ഇൻ്റർവെല്ലുകളിൽ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. റിവൈസ് ചെയ്തില്ലെങ്കിൽ ഇത് മറന്നുപോകും. റിവൈസ് ചെയ്യുമ്പോഴും ഈ കാണുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഒരിക്കലും നോക്കി വായിച്ചു പോകരുത്. മാത്സ് ഒരിക്കലും വായിച്ച് പഠിക്കണം പറ്റില്ല. നിങ്ങൾ എന്താക്കണം? എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിക്കാൻ ശ്രമിക്കണം ഓരോ പ്രോബ്ലവും. സോ ഇങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി. ഈ രീതിയിലാണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മുടെ സ്റ്റഡി മുമ്പോട്ട് കൊണ്ടുവരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോ പറയാനുള്ളത്. അപ്പം ഇത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഈ കാണുന്ന രീതിയിലൊന്ന് മുമ്പോട്ട് പോയി നോക്ക്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ട്രിഗ്നോമെട്രിയും ആൾജിബ്രയും എന്താക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഫോർമുലാസും ഐഡൻറ്റീസും പഠിച്ചു വെക്കാം. അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങളെ കൊണ്ട് സാധിക്കും നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ബാക്കി നമുക്ക് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് വേണം അല്ലെങ്കിൽ ലൈവ് വേണം നിങ്ങൾക്ക് എന്താ കമൻറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ നമുക്ക് എന്താക്കാം, വീഡിയോസും അതേപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും കൺസെപ്റ്റ് ആണ് പ്രശ്നം, ആ കൺസെപ്റ്റ് അതിൻ്റെ വീഡിയോ എക്സ്പ്ലനേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൺസെപ്റ്റ് ഏതാണോ ടോപ്പിക് എന്നുള്ളത് ഈ വീഡിയോൻ്റെ എൻഡിൽ എന്താക്കുക, കമൻ്റ് ആയിട്ട് അറിയിക്കുക. അതേപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്താക്കാം, കമൻ്റ് ആയിട്ട് അറിയിക്കാം. സോ മാക്സിമം നമ്മുടെ വീഡിയോ എന്താക്കുക, യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. ബാക്കി നമുക്ക് എന്താക്കാം, അടുത്ത വീഡിയോയിൽ കാണാം. ഇസ്മി അസ്ലം സൈനിങ് ഓഫ്. ബൈ.